രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് സർക്കാരും പോലീസും നീങ്ങുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്നുള്ളതിന്റെ പേരിൽ പത്തനംതിട്ടയിൽ രാഹുലിന്റെ സുഹൃത്തുക്കളെ, പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. സർ, അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ നിരവധി പ്രമുഖ വ്യക്തികൾ എന്ന് പറയപ്പെടുന്നവർ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേൾക്കുന്നവരാണ്. എന്താണ് സാർ, ഇതൊരു വൻ രാഷ്ട്രീയ വിരോധം, പകപോക്കൽ അല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? അതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രണ്ട് തരത്തിലുള്ള അറ്റാക്കാണ് ഉണ്ടാകുന്നത്. ഒന്ന്, കോൺഗ്രസിന്റെ സംഘടനയ്ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട്, അല്ല രാഹുൽ മാങ്കൂട്ടം ഈ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞ് ഇതെല്ലാം തങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പറ്റം നേതാക്കളുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ആ സംഭവത്തെ ഉപയോഗിക്കുന്ന നേതാക്കളുണ്ട്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാന വ്യക്തി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒത്തിരി കഴിഞ്ഞ ദിവസം പറഞ്ഞു കടുക് മണിയോളം താന്നുപോയി എന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ ശത്രുവായിട്ട് കാണുന്ന പിണറായി വിജയൻ ശത്രുവായി കാണുന്നത് കൊണ്ട് മാത്രമാണ് പോലീസ് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഗോവിന്ദനെ പറ്റിയോ ഐസക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ജി സുധാകരനെ പറ്റിയോ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വരികയില്ല. ഇത് കോൺഗ്രസിന്റെ സംഘടനയ്ക്കകത്ത് നടക്കുന്ന ഇലക്ഷൻ, നൂറുകണക്കിന് ഇലക്ഷൻ കേസുകൾ സംഘടനാ രംഗത്തുണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ. ഇപ്പം ശശി തരൂർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കാർഗിലയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉത്തർപ്രദേശിലെ പോലും വോട്ടേഴ്സ് ലിസ്റ്റ്, ആരൊക്കെയാണ് കോൺഗ്രസിന്റെ ഡെലിഗേറ്റ്സ്, വോട്ടവകാശമുള്ള ഡെലിഗേറ്റ്സ് എന്നുള്ള ലിസ്റ്റ് ആർക്ക് കൊടുത്തില്ല? തരൂരിന് കൊടുത്തില്ല എന്നുള്ള പരാതി പറഞ്ഞു. അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിലും കോളേജ് യൂണിയൻ ഇലക്ഷനിലും ഒക്കെ മത്സരിക്കാതെ തന്നെ ആ കോളേജിൽ പഠിക്കാത്തവർ തന്നെ കൗൺസിലർമാരാകുന്ന മഹാത്ഭുതവും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കള്ളത്തരം എന്ന് പറയുന്നത് കോളേജ് ഇലക്ഷനിലോ അല്ലെങ്കിൽ ഈവൻ അംഗൻവാടി ഇലക്ഷനിൽ പോലും ജയിക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കുക എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് അത്ര പുത്തിരിയുള്ള കാര്യമല്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം തേടിപ്പിടിച്ച് ആക്രമിക്കുന്നതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ ഭയപ്പെടുന്നു, ദയനീയമായി ഭയപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊട്ടൻഷ്യൽ എല്ലാം തിരിച്ച് ഇപ്പൊ ഏതെല്ലാം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതി ചേർക്കാമോ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പ്രസവിച്ചതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ പ്രതിയാക്കും വേണന്മാര്. നിങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പോരെ, ഷാഫിയെ പ്രതിയാക്കും. ഇതിനൊക്കെ BJPയുടെ സഹായം ഉണ്ടെന്ന് വിചാരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഷാഫിക്കെതിരായി നടപടിയെടുക്കണമെങ്കിൽ കള്ളക്കടത്തുകാരുടെ ഓഫീസാണ് പിണറായി വിജയന്റെ ഓഫീസ് എന്ന് പറഞ്ഞ മോഡി പ്രധാനമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് വിജയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? മോഡി തന്നെയല്ലേ. അതിനെതിരായിട്ട് കേസ് വേണ്ടേ? കേരള പോലീസിന് കേസെടുക്കാവല്ലോ, മോഡിക്കെതിരായിട്ട് കേസെടുക്കാവല്ലോ. എന്തേ? അല്ലെ പിണറായി വിജയനെതിരായിട്ട് കേസെടുക്കത്തില്ലേ? അത്തരം കേസുകളൊന്നും എടുക്കാതെ ബാലിശമായ കാരണങ്ങൾക്കോ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നം അവർ തമ്മിൽ കേസായിക്കോളും, അവർ തമ്മിൽ നടത്തിക്കോളും. കോടതി വരട്ടത്. ആരൊക്കെ ആ കോടതി വരുന്ന കേസ് ആ കോടതി പറഞ്ഞാൽ മാത്രം അന്വേഷിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ കോടതികളും ഉണ്ടാവും, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അധികാരത്തിന്റെ എല്ലാ ഏജൻസികളെയും എങ്ങനെ ഭരിക്കുന്നവർക്ക് അനുകൂലമായി ദുരുപയോഗം ചെയ്യാവോ ആ രീതിയിൽ ദുരുപയോഗം ചെയ്യാം. ജുഡീഷ്യറി ആയാലും ഇലക്ഷൻ കമ്മീഷൻ ആയാലും കോളേജ് PSC ആയാലും എല്ലാ സെക്ഷനും അങ്ങനെ നടക്കുക. ഇങ്ങനെ എല്ലാ ജനങ്ങൾക്ക് ആശ്രയമില്ലാത്ത രീതിയിൽ പല രീതിയിൽ നിരന്തരമായി അവന്റെ ആശ്രയങ്ങൾ, ഏറ്റവും അവസാനത്തെ ആശ്രയം ജുഡീഷ്യറിയാ, അവിടെ പോലും പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ അവൻ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിക്കപ്പെടും. ഇത് തന്നെയാണ് ഇപ്പൊ നേപ്പാളിൽ സംഭവിക്കുന്നത്. നേപ്പാളിലെ ജനങ്ങൾ വഴി വരേണ്ട കാര്യത, അവൻ നീതി തേടി ചെല്ലേണ്ട എല്ലാ മാർഗങ്ങളും അവന്റെ മുമ്പിൽ അടഞ്ഞു. പിന്നെ അവൻ എന്നാ ചെയ്യുന്നത്? ഇവിടെ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് മാറ്റി വെച്ചിട്ട് എത്ര ആളായി? ഇവിടെ ആ ലാവ്ലിൻ കേസ് എന്ന ഈ ആവേശത്തോടെ ലാവ്ലിൻ കേസ് ഉടനെ നടത്തി എന്നെ കുറ്റമുക്തനാക്കണമെന്ന് പിണറായിക്ക് പറയത്തില്ലേ? ആലോചിച്ച് നോക്ക്. പിണറായി നേരെ സുപ്രീം കോടതിയിലേക്ക് ചെല്ലണം. ഞാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എന്റെ പേരിൽ ഈ കേസ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ സംശയത്തിന്റെ നേരിൽ നിൽക്കുന്നു, ഈ കേസ് എത്രയും വേണമെന്ന് വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കണം, വെറുതെ വിടണം. ഇത് പറയാനുള്ള ആർജവം പിണറായിക്ക് ഇല്ലാത്തടത്തോളം കാലം മറ്റാരുടെയെങ്കിലും പേര് തന്റെ ഈ കാള പോലീസിനെ പുറകെ പറഞ്ഞു വിട്ട് ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കാമെന്ന് നോക്കുന്നത് പിണറായിയുടെ സ്വപ്നം മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ സാർ, പിണറായി രാഷ്ട്രീയ വിരോധം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബത്തിനെ വരെ വേണമെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം അല്ലെ? ഉറപ്പായിട്ടും. പറയൂ സാർ. അല്ല, കാരണം എന്തെന്ന് പറഞ്ഞാല് പിണറായി ഭയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് ഈ എ റഹീമിനെ പോലെയോ ജയിക്കിനെ പോലെയോ ആശ്രയെ പോലെയോ പിണറായിക്ക് സ്തുതി പാടാൻ വന്നവരല്ല ഇവര്. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും സ്തുതി പാടാൻ നടക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം നടക്കുന്നുണ്ടോ? ഷാഫി പറമ്പിൽ നടക്കുന്നുണ്ടോ? റോജി ജോൺ നടക്കുന്നുണ്ടോ? ഈ സ്തുതി പാടലുകാരെ നേതാക്കന്മാർ കുറെ നാൾ മുമ്പ് കോൺഗ്രസിലുണ്ടായിരുന്നു. രമേശിന്റെയും സതീശന്റെയും സുധാകരന്റെയും ഒക്കെ പെട്ടി ചുമക്കുന്നതുകൊണ്ട് സായുജ്യ പട നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ പല കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, എതിര് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടം പിണറായിയെ നേരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസിലെ നേതാക്കന്മാർ കാണും, ഘടകകക്ഷി നേതാക്കന്മാർ കാണും. നിങ്ങളെന്ന് വിളിക്കാൻ, മിസ്റ്റർ വിജയനെ വിളിക്കാനുള്ള തന്റെ ഇടം കാണിച്ചാലോ ഇവര്? സത്യസന്ധമായ തന്റെ ഇടം കാണിച്ചവരാണ്. അപ്പൊ ഇവരെ ഇവർ നാളെ നിയമസഭയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പിണറായിക്ക് പറ്റില്ല. കുഴൽനാടനെ ഏതെല്ലാം തരത്തിൽ ഒതുക്കാൻ നോക്കി, എത്രയെല്ലാം കേസുകൾ, വസ്തു കയ്യേറ്റം എല്ലാം വന്നില്ലേ കുഴൽനാടന്റെ പേരിൽ? സാർ, അപ്പൊ സാറ് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പില് മല്ലികാർജുൻ ഖാർഗെക്ക് വരെ ഇങ്ങനെയുള്ള അപവാദം കേൾക്കേണ്ടി വന്നപ്പോൾ അത് സംഘടനാ തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് ആവശ്യമില്ലാതെ അന്വേഷിക്കുന്നു എന്ന് തന്നെയല്ലേ? ഇന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാരും കോടതിയൊക്കെ തീരുമാനിച്ചത്. ഇവിടെ ഇപ്പൊ ആവശ്യം പിണറായി വിജയന്റെ ആവശ്യമാണ്. ഈ ആവശ്യം പിണറായി വിജയന്റെ ആവശ്യമാണ്. ഈ ആവശ്യം പിണറായി വിജയന്റെ ആവശ്യം എന്നുള്ള പറയാൻ പറ്റില്ല. പിണറായി വിജയന്റെ താല്പര്യം, പാർട്ടിയുടെ താല്പര്യമല്ല, വിരോധം തീർക്കൽ, ഒരു പെറ്റി ക്രഡ്ജ്. എന്നെ അവൻ മാന്തി എന്നൊക്കെ പറയല്ലേ കൊച്ചുപിള്ളേര് 5ാം ക്ലാസ്. ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പിണറായിയെ മാന്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസ്. അതിനെ രാഹുൽ മാങ്കൂട്ടത്തെ ഏതെല്ലാം തരത്തിൽ പ്രതിയാക്കാൻ പറ്റുമോ പ്രതിയാക്കും.